ങ്ങളിലും ഉയരാനുള്ള സാധ്യതകൾ തന്നെയാണ് ഉള്ളത്. ഇത്രയും നേരം പിണറായി വിജയൻ പിന്നിലായിരുന്നു. എന്നാൽ ഇതാ ഇപ്പോൾ പിണറായി വിജയൻ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് 5 റൗണ്ടുകൾക്ക് ശേഷമാണ് പിണറായി വിജയൻ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് വോട്ടെണ്ണൽ തുടങ്ങിയ ശേഷം ആദ്യമായി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി 10 വർഷം ഭരിച്ച വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം വോട്ടെണ്ണൽ തുടങ്ങിയതാ ഇപ്പോൾ സമയം 8 മണിക്ക് തുടങ്ങിയ വോട്ടെണ്ണലാണ്, 8:30 തുടങ്ങിയ വോട്ടെണ്ണലാണ്. 12 മണി കഴിഞ്ഞ് 5 മിനിറ്റായി. ഈ 12 മണിയോടുകൂടിയാണ് ഇപ്പോൾ ആദ്യമായി മുന്നിൽ എത്തിയിരിക്കുന്നത്. അതായത് ഇത്രയും സമയം പിന്നിൽ തന്നെ ആയിരുന്നു. 1536 വോട്ടുകൾക്ക് മുന്നിൽ. അതെ, ഏഴാമത്തെ റൗണ്ട് എത്തിയപ്പോഴേക്കും 1536 വോട്ടുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് മുന്നിൽ നിൽക്കുന്നു എന്നൊരു വാർത്ത തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നമുക്ക് അതിന്റെ 7ാമത്തെ റൗണ്ടിൽ എന്ത് സംഭവിച്ചു എന്ന് ആറന്മുളയിൽ വിജയം ആഘോഷിക്കുകയാണ് അബിൻ വർക്കി. തോൽവി സമ്മതിക്കുമോ? സമ്മതിക്കാതെ നമുക്ക് 7ാം റൗണ്ടിൽ ധർമ്മടത്ത് എന്ത് സംഭവിച്ചു നോക്കാം. 7ാം റൗണ്ടിൽ പിണറായി വിജയൻ 5826 വോട്ടുകൾ കരസ്ഥമാക്കുന്നു. അബ്ദുൾ റഷീദിന് 3643 വോട്ടുകൾ മാത്രമാണ് അവിടെ ലഭിക്കുന്നത്. ഓരോ റൗണ്ടിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് അബ്ദുൾ റഷീദ് വേഴ്സസ് അവിടെ പിണറായി വിജയൻ അവിടെ സംഭവിച്ചത്. ഓരോ റൗണ്ടിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ. പക്ഷേ 7ാം റൗണ്ടിൽ കുറച്ചുകൂടി ഒരു 2K+ അടുത്തുള്ള ഒരു വോട്ടുകളുടെ ലീഡ് പിണറായി